അച്ഛനും അമ്മയും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ മേ ബി ഞാനിപ്പം ഒന്നുകിൽ മണ്ണിനടിയിലായിപ്പോയെന്നെ, അല്ലെങ്കിൽ ഞാൻ ഇതിലും ഹൈയിലേക്ക് പോയിട്ടുണ്ടായനെ. പക്ഷെ ഈ രണ്ട് സമയം നിൽക്കുന്നവരുണ്ട്. അത് എൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ ചേച്ചി മാത്രം. അങ്ങനെ എനിക്ക് വാശി കയറുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുള്ളത്. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു മോശം ജീവിതം വന്നുകൊണ്ടാണ് എനിക്കൊരു ജോലി കിട്ടിയത്. ശരിക്കും അതാ പറഞ്ഞ നമ്മൾ പേരും പ്രശസ്തി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ കൂടെ ആൾക്കാരുള്ളതെന്ന് പറയുന്നത് ശരിക്കും സത്യമല്ലേ ചേച്ചി? ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? ശരിക്കും നമ്മുടെ പേരും പ്രശസ്തിയല്ല, നമ്മുടെ കൂടെ ഉള്ളവർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ചിലർ നമ്മുടെ മോശം സമയം മാത്രം നിൽക്കും. ചിലപ്പോൾ നമ്മൾ നന്നായി വരുന്ന സമയത്തിന് അവർ പെട്ടെന്ന് സ്കിപ്പായി നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്ന കാണാം. ചിലർ നമ്മുടെ കൂടെ നല്ല സമയം മാത്രം നിൽക്കും, മോശം എന്ന് കാണുമ്പോഴത്തേന് അവർ പെട്ടെന്ന് പോകുന്നതാണ്. പക്ഷെ ഈ രണ്ട് സമയം നിൽക്കുന്നവരുണ്ട്. അത് എൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ ചേച്ചി മാത്രം. അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇപ്പം ആരൊക്കെ ഇല്ലാന്ന് പറഞ്ഞാലും അച്ഛൻ, അമ്മ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ? അപ്പം അന്ന് അച്ഛനും അമ്മ വേണ്ട നീ പൊക്കോ റിജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പം എന്ത് ചെയ്യുമായിരുന്നു? മേ ബി ഞാൻ ഇതിലും ഹൈയില് പോയിട്ടുണ്ടായേ. ഒരിക്കലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. എന്റെ ക്യാരക്ടർ അങ്ങനെ. എനിക്ക് വാശി കയറുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുള്ളത്. വാശി ഇല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല, സൈലന്റ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ആരെങ്കിലും എന്നെ പിന്നീന്ന് കുത്തുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഉള്ളു. അപ്പൊ ഈ കുത്തിയ ആൾക്കാർക്ക് തെറ്റിപ്പോയി. നിങ്ങൾ കുത്തിയ ആൾക്കാർ കുത്താതിരുന്നെങ്കിൽ ചേച്ചി ഇപ്പം അല്ലേ എവിടെയെങ്കിലൊക്കെ ഒന്ന് വീട്ടില് ജോലിയും ചെയ്തൊക്കെ അങ്ങ് ഇരിക്കുവായിരുന്നു. പക്ഷെ നിങ്ങൾ അതിനവരോട് നന്ദിയില്ലേ? ഓ അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ള അവരോട് മാത്രമാണ്. കാരണം ഇങ്ങനെ കുത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് കാണുന്ന ഈ ബബിത എവിടെ എത്തി അല്ലേ ചേച്ചി? അല്ലേ? ഇല്ല, അത്രയ്ക്ക് ആയിട്ടൊന്നും ഇല്ല. ആൾക്കാർ ഇവളേതാ കമന്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് ആരാ ഇവള്, ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്നുള്ളൊരു കാര്യം. ആരാ ഒന്നും പറയരുത്. ഇപ്പം അതില് വേറൊരു കാര്യമുണ്ട്. കാരണം എനിക്കോ ഈ കാണുന്ന ഈ വീഡിയോസിന് കാണുന്ന അടിയിൽ കാണുന്ന ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് കമന്റ് ഇടാനേ അറിയുള്ളൂ, പിന്നെ കുറ്റം പറയാനേ അറിയത്തുള്ളൂ. ഈ പറയുന്ന ആർക്കും ഗവൺമെന്റ് ജോലി ഇല്ല അല്ലേ? ഇപ്പൊ ഒരു ആണിന് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ കൈയടിച്ച് സപ്പോർട്ട് ചെയ്ത് കല്യാണം കഴിക്കാൻ ആൾക്കാരുണ്ടെങ്കിലും പെൺകുട്ടികൾ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ കാണിക്കാം അല്ലേ? കഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ. അതെ, അതുകൊണ്ട് പിന്നെ കുറച്ച് അഹങ്കാരമൊക്കെ ആവാം. അന്ന് അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നൊരു ഉത്തരയോ വിസ്മയോ ആവോന്ന് ഞാൻ പറഞ്ഞതിനെ എഗ്രി ചെയ്യുന്നുണ്ടോ അതിനെ കുറിച്ച്? ഇല്ല, അച്ഛനും അമ്മയും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ മേ ബി ഞാനിപ്പം ഒന്നുകിൽ മണ്ണിനടിയിലായിപ്പോയെന്നെ, അല്ലെങ്കിൽ ഞാൻ ഇതിലും ഹൈയിലേക്ക് പോയിട്ടുണ്ടായനെ. എന്തായാലും ഞാൻ ഇതിന്റെ രണ്ടിലെ ഏതെങ്കിലും ഒന്നേ ആവത്തുള്ളൂ, അല്ലാണ്ട് ആവത്തില്ല. അല്ല, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മെന്റൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഒരു വലിയ സീറോ തന്നെയാണ്. അവിടുന്ന് മക്കളെയും പിടിച്ച് ഉയർത്തി എഴുന്നേക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ കാര്യമാണ്. അവർ വളർത്തിയ ശരിക്കും എങ്ങനെയാണ് ചേച്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേ വരെയുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്? ഈ ഒരു ജോബ് നേടുന്നതിൻ്റെ ഈ ജോബ് നേടിയെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിക്ക് ജോലി കിട്ടിയായിരുന്നു ആ ടൈമിൽ. അപ്പം ഞാൻ കണ്ടു എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയാലും എല്ലാവരും അവളെ എത്രത്തോളം ഇതാക്കി എന്നുള്ളത് ഭയങ്കര പ്രൗഡായിരുന്നു. അപ്പം അവള് മേടിച്ചെന്ന് വെച്ചാൽ UD ക്ലർക്കായിരുന്നു ESIയിൽ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഞാനും പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷേ പഠിക്കുമ്പം ഈ രണ്ട് കുട്ടികളെയും നോക്കിക്കൊണ്ടാണ് പഠിക്കുന്നത്. രണ്ടുപേരെയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് നന്നായി വർക്ക് നമ്മൾ ഗവൺമെൻറ് ജോലി എന്ന് വെച്ചാൽ നന്നായി വർക്ക് ചെയ്താലേ കിട്ടും. അതേന്ന് പറഞ്ഞിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ അത്രയും നല്ല തലയുള്ളവരായിരിക്കണം. ചിലർ 3 മാസം കൊണ്ട് കിട്ടി, 4 മാസം കൊണ്ട് കിട്ടി എന്നൊക്കെ പറയുന്നേക്കാം. അവർക്ക് അത്രയും ഇതുണ്ടാകും. പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ ഒട്ടും പഠിക്കാൻ ഒരു കഴിവില്ലാത്ത ഒരാളാണ്. ഭയങ്കര എല്ലായിടവും ജയിച്ചങ്ങ് പോവും, ജസ്റ്റ് പാസ്സായി പോവും. ഏതായാലും 10 +1 എനിക്കൊന്ന് +2 ഞാൻ ഒരു വിഷയം പൊട്ടിയായിരുന്നു. അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു ജോലി നേടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക് ആയിരുന്നു. അപ്പം ഞാൻ 10 മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു. രാത്രി ഇവരൊക്കെ ഉറങ്ങിയതിന് ശേഷം, കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം 2 മണിക്കൊക്കെ എണീറ്റിരുന്ന് പഠിക്കുമായിരുന്നു. എൻ്റെ മദറിലോ ഭയങ്കര സപ്പോർട്ടായിരുന്നു, അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു അമ്മ. അപ്പോൾ ആ സമയത്തൊക്കെ നന്നായി പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച്
അങ്ങനെ ഒരു ജോലി കിട്ടി. പക്ഷെ ജോലി കിട്ടുമ്പം ഒട്ടും പ്രതീക്ഷയില്ല, റെയിൽവേയിൽ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, വേറെ നാട്ടിലേക്ക് പോകുമെന്ന് പ്രതീക്ഷയില്ല. എല്ലാം ഒരു നിമിത്തമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എന്നാണ്. ഞാൻ എല്ലായിടും ഒരു പോസിറ്റീവ് കാണും. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു മോശം ജീവിതം വന്നുകൊണ്ടാണ് എനിക്കൊരു ജോലി കിട്ടിയത്. ആ ജോലിയിൽ എനിക്ക് കുറേ മോശം അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു യൂട്യൂബർ ആയത്. ഞാൻ എന്തിലും എനിക്ക് എന്ത് നെഗറ്റീവ് വന്നാലും അതിനകത്ത് ഞാൻ ഒരു പോസിറ്റീവ് കാണും, എന്നിട്ട് അവിടെ വർക്ക് ചെയ്യും. അങ്ങനെയാണ്.